സർവേഷാം നമസ്കാരഃ. അപ്പോൾ ഇന്ന് ഒരു സുഭാഷിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് വായിക്കാം. സാഹിത്യ സംഗീത കലാവിഹീനഃ സാക്ഷാത് പശുഃ പുച്ഛവിഷാണഹീനഃ തൃണം ന ഘാതന്നപി ജീവമാനഃ തദ്ഭാഗധേയം പരമം പശൂനാം. കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സുഭാഷിതത്തില് രണ്ട് ഭാഗത്താണ് സന്ധിപദങ്ങൾ വരുന്നത്. ഒന്ന് ങമുഡാഗമ സന്ധിയും മറ്റൊന്ന് ജഷ്ത്വസന്ധിയുമാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് സന്ധികളും വരുന്ന പദമേതാണ് എന്ന് കമന്റ്സിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ അന്വയം നമുക്കൊന്ന് നോക്കാം. സാഹിത്യ സംഗീത കലാവിഹീനഃ പുച്ഛവിഷാണഹീനഃ സാക്ഷാത് പശുഃ തൃണം ന ഘാതന്നപി ജീവമാനഃ തദ്ഭാഗധേയം പരമം പശൂനാം, അല്ലെങ്കിൽ തത് പശൂനാം പരമം ഭാഗധേയം. ഓക്കെ, അപ്പോൾ ഇവിടെ ഭാഗധേയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഭാഗ്യം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സാഹിത്യ സംഗീത കലാവിഹീനഃ, സാഹിത്യവും സംഗീതവും അതേപോലെ തന്നെ തുടങ്ങിയ കലകളൊന്നും അറിയാത്ത ആളുകൾ, പുച്ഛവിഷാണഹീനഃ, പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്, വിഷാണം എന്ന് പറഞ്ഞാൽ കൊമ്പ്, വാലും കൊമ്പും ഇല്ലാത്ത പശുവിനെ പോലെയാണ്. സാഹിത്യ സംഗീത കലാവിഹീനഃ പുച്ഛവിഷാണഹീനഃ യഹ നരഃ സഹ സാക്ഷാത് പശുഃ ഏവ. ഓക്കെ, തൃണം ന ഘാതന്നപി ജീവമാനഃ, തൃണം പുല്ല്, ന ഘാതൻ കഴിക്കുന്നില്ലെങ്കിൽ കൂടി ജീവിക്കുന്നുണ്ട്, ജീവമാനഃ സഹ, തത് പശൂനാം പരമം ഭാഗധേയം, അത് പശുക്കളുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് പുല്ല് കഴിക്കുന്നില്ല എങ്കിൽ കൂടി ജീവിക്കുന്നുണ്ട്, അത് പശുക്കളുടെ ഭാഗ്യമാണ്. കാരണം പശുക്കൾക്ക് തിന്നാൻ പുല്ലാണ് ആവശ്യം. അത് മനുഷ്യന്മാര് തിന്നുകയാണെങ്കിലോ പശുക്കളുടെ കാര്യം കഷ്ടത്തിലാകും അല്ലെ. അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പശൂനാം പരമം ഭാഗധേയം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സാഹിത്യവും സംഗീതവും ഒന്നും, അതായത് ഈ കലകളൊന്നും അറിയാത്ത ആളുകൾ വാലും കൊമ്പും ഉള്ള പശുവിനെ പോലെ തന്നെയാണ്. അവർ പുല്ല് തിന്നുന്നില്ല എങ്കിലും ജീവിക്കുന്നുണ്ട്. ഇനി പുല്ലുകൂടി തിന്നാലോ അത് പശുക്കൾക്ക് കഷ്ടമായിട്ട് വരും. പക്ഷെ അത് അല്ലാത്തത് കൊണ്ട്, അത് എന്താ പറയുക, തിന്നാത്തത് കൊണ്ട് തന്നെ പശുക്കളുടെ ഭാഗ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക, സാഹിത്യ സംഗീത കലാവിഹീനഃ എന്നത് പ്രഥമ വിഭക്തി ഏകവചനം പുല്ലിംഗം. അതേപോലെ സാക്ഷാത് പശുഃ, അതും ഉകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. പിന്നെ പുച്ഛവിഷാണഹീനഃ, അതും എന്ത് തന്നെയാണ്, പുല്ലിംഗമാണ്, പ്രഥമ വിഭക്തി ഏകവചനം. തൃണം ന ഘാതന്നപി, പുല്ല് കഴിക്കുന്നില്ല എങ്കിലും, അവിടെ തൃണം എന്നത് ദ്വിതീയ വിഭക്തിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അകാരാന്ത നപുംസകലിംഗ ദ്വിതീയ വിഭക്തി ഏകവചനം. ന അവ്യയം. ഘാതന്നപി, ഘാതന്നപി എന്ന് പറയുമ്പോൾ അവിടെ ശത്രുപ്രത്യയത്തിന്റെ ഘാതധാതുവിന്റെ പ്രഥമ വിഭക്തി ഏകവചനമാണ്. ഓക്കെ, അപി അവ്യയം, ജീവമാനഃ എന്നത് ജീവധാതുവിന്റെ ഷാനച്ചു പ്രത്യയത്തിന്റെ പ്രഥമ വിഭക്തി ഏകവചനം. പിന്നെ തദ് അവ്യയം,
ഭാഗധേയം എന്നതും എന്താ പറയുക, നപുംസകലിംഗത്തിൻ്റെ രൂപം തന്നെയാണ്, പ്രഥമ വിഭക്തി തന്നെയാണ്. പരമം എന്നതും നപുംസകലിംഗ പ്രഥമ വിഭക്തി. പശൂനാം ഉകാരാന്ത പുല്ലിംഗ ഷഷ്ടി വിഭക്തി ബഹുവചനം. ഓക്കെ, അപ്പം ഇതെല്ലാമാണ് അതിൻ്റെ പദവിവരണങ്ങൾ. അപ്പം ഇവിടെ ഒരു ക്രിയയുണ്ട്. ആ ക്രിയയോട് ചോദ്യം ചോദിച്ചിട്ട് സിമ്പിളാണ് അന്വയം ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ അന്വയ രചന നിർമ്മിക്കുവാൻ. ഓക്കെ, ഇപ്പം ഇവിടെ തദ്ഭാഗധേയം പരമം പശൂനാം അല്ലേ, തത് പശൂനാം പരമം ഭാഗധേയം ഭവതി. ഭവതി എന്നാണ് ക്രിയാപദം. അപ്പോൾ കിം ഭവതി, ഭാഗ്യം ഭവതി. കസ്യ ഭാഗ്യം ഭവതി, അല്ലെങ്കിൽ കേഷാം ഭാഗ്യം ഭവതി, പശൂനാം ഭാഗ്യം ഭവതി. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അന്വയരചന ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു തരത്തിൽ അന്വയരചന ഒന്ന് ശ്രമിച്ച് നോക്കൂ. ഓക്കെ, ധന്യവാദ.